ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മൾ എടുക്കാനിരുന്ന വീഡിയോ എന്ന് പറയുന്നത് തങ്ങളിപ്പയെ ഒന്ന് വിളിച്ചിട്ട് തങ്ങളിപ്പയുടെ വിശേഷങ്ങളൊക്കെ അറിയാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ തങ്ങളിപ്പ ഇന്ന് ബിസിയാണ്, അതുകൊണ്ട് നമുക്കിന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് തന്നെയായാലും നാളെയെങ്കിലും ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് തങ്ങളിപ്പയെ ഹോസ്റ്റ് ചെയ്യാൻ തന്നെയാണ്. നാളത്തെ വീഡിയോ നമുക്ക് സെറ്റാക്കി തങ്ങളിപ്പയുടെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് തങ്ങളിപ്പേരെ കരച്ചിലേക്ക് കേൾക്കണ്ടേ? കുറേ ദിവസമായില്ലേ. എന്റെ ഗ്രൂപ്പിന്റെ അടിമമാർ ഭാഗ്യം നൽകണമുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. എന്നോട് പറയാറ് ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട്. എൻ്റെ ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ എൻ്റെ ഗ്രൂപ്പിലേക്ക് ആരും വരുന്നില്ല. അതിനെനിക്ക് സങ്കടമുണ്ട്. താത്തമാരെ നിങ്ങൾ തങ്ങളിപ്പയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചെന്ന് ജോയിൻ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് വേണ്ടുള്ളത്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തങ്ങളിപ്പ കരയുന്ന കരച്ചിൽ കണ്ടോ? നെക്സ്റ്റ് വീഡിയോ നോക്കാം ഗൈസ്. ഞങ്ങളൊരിക്കലും തളരൂല. തളരേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അതിന്റെ അഭ്യാസങ്ങൾ പഠിക്കാം, ശൈത്താനെ സേവിക്കാം, അതൊക്കെ ചെയ്യും. ഇബ്നു അറബി തങ്ങളെ കാലത്ത് അപ്പൊ ഇബ്നു പറത്തിക്കണേ നിങ്ങളും പറക്കണേ, എന്താ വ്യത്യാസം? അപ്പൊ അവൻ പറഞ്ഞു, ഇബ്നു അറബി തങ്ങളും അങ്ങനെ പറക്കും. പക്ഷെ രണ്ടാളെ പറക്കളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാളെ പറക്കലിന് എന്നുള്ളതല്ല, അത്ഭുതങ്ങൾ അവർ കാണിക്കും. അത് അവരെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. കണ്ടില്ലേ, സ്വലാത്തിൽ ആള് കൂടാൻ വേണ്ടി പല അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞെടുക്കാം. അല്ലെങ്കിൽ മറ്റു ഇബ്നു അറബി പറക്കണ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇടിച്ചുപോയ തങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം നടത്തി. അത് കണ്ട ഒരു കൂട്ടം ആളുകളാണ് ഇരിക്കുന്നത്. മാത്രമല്ല, ഇൻഷാ അല്ലാഹ് ഇനി റമദാനിന് ശേഷം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ഞങ്ങളുടെ പള്ളി പുനർനിർമ്മാണം നടത്താൻ പോവുകയാണ്. നൂറുകണക്കിന് വർഷം, 100 വർഷത്തിനേക്കാൾ പഴക്കമുള്ള പള്ളി, മരങ്ങളെ കൊണ്ട് പഴയ കാലത്തുള്ള പഴമകൾ ഓർമ്മിക്കുന്ന ആ ഒരു പള്ളിയുടെ ഭാഗം ഇൻഷാ അല്ലാഹ് പുതുക്കി പണിയാൻ വേണ്ടി 10 ലക്ഷം രൂപയോളം അതിന് ചിലവ് വരുമെന്ന് പറഞ്ഞ് മതത്തെ വിത്തന ചരക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നാറ്റക്കോയെയും ടീമുകളെയും പറ്റിയാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഈ ടീമുകൾ എന്ന് പറഞ്ഞാൽ നാറ്റക്കോയെ എന്ത് പറയുന്നു അത് വിശ്വസിക്കാൻ ലോകത്തിതുപോലത്തെ മന്ദബുദ്ധികളായിട്ടുള്ള പെണ്ണുങ്ങളെ വേറെ കിട്ടാൻ സാധിക്കുകയില്ല. നാറ്റക്കോയയുടെ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളെ മാത്രമേ കിട്ടുള്ളൂ. അവളുമാർക്കൊന്നും മാപ്പിളമാരുണ്ടാവൂല, ഭർത്താക്കന്മാരുണ്ടാവൂലെന്നേ. അവളുമാര് നാറ്റക്കോയെന്നും പറഞ്ഞ് നടക്കുന്ന ടീംസുകളാണ്. അവളുമാരാണ് അരിഞ്ഞാട്ടക്കാരികൾ. അവളുമാരെൻ്റെ കമന്റ് ബോക്സിൽ വന്നിരുന്നു കൊണ്ട് വിളിക്കുന്ന തെറികൾ കേട്ടാൽ അവള് ഒരു മക്കളെ പെറ്റവളാണോ എന്ന് പോലും സംശയിച്ചു പോകേണ്ടിയിരിക്കുന്നു. അവൾ എങ്ങനെയാണ്, ആ വാവുണ്ടാണോ അല്ലെങ്കിൽ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വാഗൊണ്ടാണോ അവൾ ആഹാരം കഴിക്കുന്നതെന്ന് തോന്നിപ്പോവും. അത്രയും നീച്ചമായിട്ടുള്ള വൃത്തികെട്ട വാക്കുകൾ കൊണ്ട് ആണ് അവളുമാരൊക്കെ സംസാരിക്കുന്നത്. നമുക്കിനി അടുത്തൊരു വീഡിയോ കണ്ടു നോക്കാം. യൂട്യൂബിലൂടെ, ഷെയർചാറ്റിലൂടെ, മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട, ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഷെയർചാറ്റിലൂടെ, മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട, ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരുണ്ട്. യൂട്യൂബിലൂടെ, ഷെയർചാറ്റിലൂടെ, മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട, ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവർ. ഞങ്ങൾ തളരൂല. ഞങ്ങളൊരിക്കലും തളരൂല. തളരേണ്ട ആവശ്യം എനിക്കില്ല. കൊണ്ട് 14 പെണ്ണുങ്ങളെ മുന്നിൽ കൊണ്ട് നിർത്തണം. 6 ഏക്കർ സ്ഥലം വാങ്ങിന്റെ ആധാരമായിട്ട് അവന്റെ മുന്നിൽ വരണം. ഓൻ വരുന്നത് അങ്ങനെയാണ്. ഓൻ വരും ഇഷ്ടപ്പെട്ട മജ്‌ലിസ് അല്ലാഹു ഉയർത്തുകയും ചെയ്യും. ആളുകൾക്കെതിരെ നമ്മളെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമ്മളെ
അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാവിന്റെ കറാമത്ത് കാണിക്കാൻ വലിയാവണ്ടോ, അത്ഭുതം കാണിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ നമ്മള് തളരൂല, ഞാനും തങ്ങളിപ്പായും തളരൂല. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കൊരു PC ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഏകദേശം 2 ലക്ഷം രൂപയോളം വേണ്ടി വരുമെന്ന് തോന്നുന്നു. പറ്റുവാണെങ്കിൽ നമുക്കത് വാങ്ങാം. ഓക്കെ, നമുക്ക് അതുണ്ടെങ്കിൽ സെറ്റാകാൻ, എല്ലാവരെയും ട്രോളാനും എല്ലാം ചെയ്യാൻ. പക്ഷേ നോക്കാം, നമുക്ക് പരമാവധി ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ തളരൂല. ഇനി ഏത് താത്ത വന്ന് തെറി വിളിച്ചാലും, ഏത് താത്ത വന്ന് ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തളരൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് മക്കളുണ്ട്, അവർക്ക് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഈ നാട്ടുകാർ ഒരുപാട് പേര് നമ്മളെ നൂറെ ഹബീബിന്റെ മജ്ലിസുമായി സഹകരിക്കുന്നവരാണ്, സഹായിക്കുന്നവരാണ്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ ഫിദലും അള്ളാഹു നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും അള്ളാഹു ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അവൻ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമാവുന്ന സഹായം കൊണ്ടായിരിക്കും. അപ്പൊ അതാണ് മുഅ്ജിസത്തിന്റെ മുന്നിൽ എല്ലാം പരാജയപ്പെട്ടു. ഇത് കണ്ടില്ലേ, മൂസ നബി വഴിയിട്ടില്ലേ, മറ്റേ വഴിയൊക്കെ പിടിച്ചു കഴിഞ്ഞില്ലേ. ഞങ്ങള് തളരൂല, ഞങ്ങളൊരിക്കലും തളരൂല. തളരേണ്ട ആവശ്യം എനിക്കില്ല. ഒന്ന് ആലോചിച്ചാണ്, എന്ത് കൈകക്കൂര ചോറ് വെച്ചിട്ട് ഒന്ന് ആലോചിച്ചാണ്. നമ്മള് ശ്രദ്ധിക്കണങ്ങള് കന്നിമൂല ഒരു പാവപ്പെട്ട ഒരു കാക്കന്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, 4 സെന്റ് സ്ഥലമാണ് തങ്ങളെ, അതൊരു കുറ്റി അടിച്ചാൻ വേണ്ടിയിട്ട് ഒരു തങ്ങളത്തെ പോയി എന്താ മരുമകള് മകനെയും കൂട്ടി പോയ കൈവടല് കൈവശം കൊടുത്തു. എല്ലാത്തിനും ദയവ് ചെയ്തിട്ട് തങ്ങളാവട്ടെ, മൊയ്യരാകട്ടെ, വേറെ വല്ലൂരായിക്കോട്ടെ, മനസ്സിലായില്ലേ? നമ്മള് ഒരു ഇഷ്ടം ഉണ്ടാവും, നമ്മള് ഉസ്താദ്മാരെ കൊണ്ട് അവൻ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമാവുന്ന സഹായം കൊണ്ടായിരിക്കും. അപ്പൊ അതാണ് മുഅ്ജിസത്തിന്റെ മുന്നിൽ എല്ലാം പരാജയപ്പെട്ടു. ഇത് കണ്ടില്ലേ, മൂസ നബി വഴിയിട്ടില്ലേ, മറ്റേ വഴിയൊക്കെ പിടിച്ചു കഴിഞ്ഞില്ലേ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാവിന്റെ കറാമത്ത്. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ പൊന്നു താത്തമാരെ, നിങ്ങൾ പോയി തങ്ങളിപ്പാരെ വാക്ക് കേട്ടോണ്ട് കഞ്ഞിമൂല ഇല്ല, അതില്ല, ഇതില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും കുറ്റിയടിച്ച് വീടും വെച്ചിട്ട് 4 ഇഞ്ച് പൊളിക്കേണ്ടി വരും താത്തമാരെ. തങ്ങളിപ്പാക്ക് അവിടെ നിന്ന് പൈസ പിസ്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു വീട് വെച്ചിട്ട് അവിടെ കഞ്ഞിമൂല നോക്കിയില്ലെങ്കിലും അല്ലെങ്കിൽ സ്ഥാനം നോക്കിയില്ലെങ്കിലും അവിടെ ഭയങ്കരമായ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ തങ്ങളിപ്പാരെ സ്വാഭാവികമായിട്ടും വിളിക്കും. തങ്ങളിപ്പ അവിടെ വന്നിട്ട് പറയും, ഇത് ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെ പൊളിക്കണം, അങ്ങനെ പൊളിക്കണം, ഇത്ര രൂപയാവും എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് എടുത്തു കൊടുക്കും. തങ്ങളിപ്പാക്ക് എന്തായി, പണം ഉണ്ടാക്കാനുള്ള ഐഡിയ, ബിസിനസ് മാൻ, ഫുൾ ഐഡിയ ആണ് തങ്ങളിപ്പ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നല്ല ആൾക്കാരെ വിളിച്ച് നിങ്ങളൊരു വീട് വെക്കുന്നെങ്കിൽ കഞ്ഞിമൂല നോക്കണം, വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. അത് നോക്കുന്ന ആൾക്കാരുണ്ട്, അവരെ വിളിച്ച് നോക്കണം. അല്ലാതെ ഈ നാറ്റക്കോയിലെ വാങ്ങി കേട്ടോണ്ടേ വീട് വയ്ക്കാൻ ഇറങ്ങിയാൽ നിങ്ങളെ വീട് ചിലപ്പം കാണൂല, വെള്ളം കൊണ്ടുപോകും. ഓക്കെ, അവസാനം ഞാൻ ആ സംഭവം ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല.
കുടുംബങ്ങൾക്കിടയിൽ, മഹല്ല് ഭാരവാഹികൾക്കിടയിൽ, പൗരപ്രമുഖന്മാർക്കിടയിൽ പലതവണ ചർച്ച നടത്തി പോലും ഈ നൂറെ ഹബീബ് പറയാതെ എന്റെ ജീവിതത്തിൽ ഞാൻ യാതൊരു മാറ്റത്തിനും തയ്യാറല്ല എന്ന് വാശി പിടിച്ച ഈ പെണ്ണിനെ മഹല്ല് കമ്മിറ്റി മുഖേന ത്വലാഖ് ചൊല്ലിയിട്ടാണ് ഇദ്ദേഹം ലീവ് കഴിഞ്ഞ് നാട്ടിൽ ഗൾഫിലേക്ക് തിരിച്ചു പോയത്. ആ കുടുംബ ബന്ധം, ആ ദാമ്പത്യ ബന്ധം അങ്ങനെ അവസാനിച്ചു. എന്താത്മീയതയാണ് ഇവർ നൽകുന്നത്? ഇത്തരം ആളുകൾ എന്ത് സന്ദേശമാണ് നമ്മുടെ കുടുംബിനികൾക്ക് നൽകുന്നത്? ഇത്തരം ആളുകൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? ഇത്തരം ആളുകളിലൂടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത്തരം ആളുകൾ ചെയ്തു വെക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ഈ സമൂഹത്തിനുണ്ടാക്കുന്ന അപമാനഭാരം എത്രയാണ്? 100% ശരിയാണ്. നമ്മളെ പ്രിയപ്പെട്ട ജിഫ്രി തങ്ങൾ പോലും പോയിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അറിയില്ല. ഇതാരോട് പറയാൻ, ആര് കേൾക്കാൻ? എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ആ ഉസ്താദ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ കുടുംബകലഹങ്ങൾ ഉണ്ടാവുന്നതും ബന്ധങ്ങൾ തകർന്നു പോകുന്നതും ഭാര്യ ഭർത്താവ് പിരിഞ്ഞു പോകുന്നതൊക്കെ ഇതുപോലെയുള്ള നാട്ടുകോയെ പോലെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും അത്യാവശ്യകരമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി നല്ല സ്വയബോധത്തോടു കൂടി തന്നെ ഇതൊക്കെ നടത്താൻ ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആരോപണം ഇങ്ങനെയായിരുന്നു, അതായത് ഹാമിദലി അറ്റക്കോയ തങ്ങൾ ഒരു തങ്ങളല്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആരോപണം. നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ആ ഒരു ആരോപണം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എവിടെയാണ് തങ്ങൾ സ്വദേശം? ഇത് എന്റെ സ്വദേശം, ഞാൻ പെറ്റ് വളർന്നത് മണലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണലടി ഇതിപ്പോ മേലെ കൊടക്കാടാണ്. ഇതിന്റെ ഉമ്മയുടെ നാട്. വിയർപ്പിന്റെ അസുഖമുള്ള ഒരാളല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. വിയർപ്പിന്റെ അസുഖമുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ഞാനിന്ന് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നില്ലേ, അപ്പം നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പറയുക. അപ്പോൾ തങ്ങളിപ്പോൾ എവിടെയുള്ള ആളാണെന്നും എങ്ങനെയുള്ള ആളാണെന്നൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഇനി എപ്പോഴും മറുപടി അറിയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അത്ഭുതം കാണിക്കാൻ വലിയ ആവണ്ടോ? അത്ഭുതം കാണിക്കാൻ തന്നെ കള്ളന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് അത്. പിന്നെ അതിന്റെ അഭ്യാസങ്ങൾ പഠിക്കുക, ശൈത്താനെ സേവിക്കുക, എന്നാലൊക്കെ ചെയ്യും. മുമ്പ് ഇബ്നു അറബി തങ്ങളെ കാലത്ത് അപ്പൊ ഇബ്നു പറക്കണ്, നിങ്ങളും പറക്കണ, എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഇബ്നു അറബി തങ്ങളും അങ്ങനെ പറക്കും, പക്ഷെ രണ്ടാളെ പറക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാളെ പറക്കലിന് എന്നുള്ളതല്ല, അത്ഭുതങ്ങൾ അവർ കാണിക്കും. അത് അവരെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. കണ്ടില്ലേ, സ്വലാത്തിൽ ആള് കൂടാൻ വേണ്ടി പല അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക്. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാറ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓളും കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം. ഇതിനേക്കാളും മനോഹരമായ ട്രോളുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.